നമസ്കാരം. ടെക്കി ക്വിസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഭരണഘടനയുടെ ഭാഗത്തുനിന്ന് PSC ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക കടമകൾ എടുത്തിട്ടുള്ളത്. റഷ്യ എന്ന ഓപ്ഷനിൽ ചോദിക്കാം. അപ്പോൾ മൗലിക കടമകൾ എടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ, അതായിരിക്കും ഉത്തരം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ആർട്ടിക്കിൾ 32നെ ഇങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്നറിയോ? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറാണ് ആർട്ടിക്കിൾ 32നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചത്. ആർട്ടിക്കിൾ 32 എന്താണ് പറയുന്നത്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഈ ആർട്ടിക്കിളിലാണ് റിട്ടുകളെയൊക്കെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിളിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ആന, കാള, സിംഹം, കുതിര എന്നിവയാണ് ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ. ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് സ്വത്തവകാശമാണ്. മറ്റേ 3 അവകാശങ്ങളും മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ്. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22-നാണ് ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 1 മാസം മുന്നെയാണ് അംഗീകരിച്ചത്. അത് ഓർത്ത് വെച്ചാൽ മതി. 1947 സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ പതാക ഉയർത്താൻ നമുക്ക് പതാക ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഭരണഘടനാ നിർമ്മാണ സമിതി അത് അംഗീകരിച്ചിട്ടുണ്ട്. വർഷത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ അത് ഓർത്താൽ മതി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? സമ്പാദ് കൗമുദി. സമ്പാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഡേ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? മാഡം ഭിക്കാജി കാമ. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഡേ സമ്മേളനത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ വ്യക്തിയാണ് മാഡം ഭിക്കാജി കാമ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏത്? കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം ഉൾപ്പെടുന്നില്ല. മറ്റേത് 3 സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നു. നിയമത്തിന് മുന്നിൽ സമത്വം ഉറപ്പാക്കൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ എന്നിവയെല്ലാം സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നവയാണ്. കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണം അത് ഒരു സമത്വപരമായ അവകാശമല്ല. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A-യിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 4A-യിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയിൽ സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം ഏതാണ്? വെള്ള. വെള്ളയാണ് സമാധാനത്തെയും സമത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് ഉള്ളതാണ് വന്ദേ മാതരം. ഇത് 1882-ലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ചത്. ഇന്ത്യയുടെ ദേശീയഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെന്റിന്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡ്. 52 സെക്കൻഡാണ് ഇന്ത്യയുടെ ദേശീയഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി. ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 42-ാം ഭേദഗതി. 1976 42-ാം ഭേദഗതി പ്രകാരമാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. 10 ചുമതലകളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യം ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ നമുക്ക് 11 ചുമതലകളുണ്ട്. അതിൽ 11ാമത്തെ ചുമതല ഇതിൽ ഉൾപ്പെടുത്തിയത് 86-ാം ഭേദഗതിയിലൂടെയാണ്. അവ 42-ാം ഭേദഗതിയിലൂടെ 10 മൗലിക ചുമതലകളാണ്. അത് ആർട്ടിക്കിൾ 51A ആണെന്ന് നമ്മൾ പറഞ്ഞു ഉൾപ്പെടുത്തിയത്. ഭാഗം 4A ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം,
തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം. ഇതിൽ ഉൾപ്പെടുത്താത്തത് തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. ഇങ്ങനെയൊരു അവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റു 3 അവകാശങ്ങളും മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? നമ്മൾ പറഞ്ഞു 86-ാം ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലികാവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റപ്പെടുകയും ചെയ്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതെന്ന് തിരിച്ചറിയുക. സ്വത്തവകാശം. സ്വത്തവകാശമാണ് 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ എടുത്തു മാറ്റിയത്. ഇത് 1978-ലാണ് 44-ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടായത്. മറ്റ് മൗലികാവകാശങ്ങളാണ് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 32-ാം വകുപ്പ്. 32-ാം വകുപ്പിനെയാണ് BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് പാസാക്കിയത്? 2005. 2005-ലാണ് ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഓപ്ഷൻ A ആണ്. മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട് എന്നത് തെറ്റാണ്. കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമില്ല. ശിക്ഷ നൽകാനുള്ള അധികാരം കോടതികൾക്ക് മാത്രമാണുള്ളത്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി താഴെ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. 1. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്ര ആണ്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993-ൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റ്സും മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്ര ആയിരുന്നു. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993-ൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃകാ ഭരണഘടന. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി അംഗീകരിച്ചത് ഏത് ദിവസമാണ്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ പതാകയെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. 1950 ജനുവരി 24-ന് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ ഏത് ഭാഷയിലുള്ള പതിപ്പിനാണ് അംഗീകാരം നൽകിയത്? ഹിന്ദി. 1950 ജനുവരി 24-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ജനഗണമനയുടെ അംഗീകരിച്ചത്. അതിൻ്റെ ഹിന്ദി ഭാഷയിലുള്ള പതിപ്പിനാണ് ഭരണഘടന അംഗീകാരം നൽകിയത്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം എന്ന്? 1993. 1993-ലാണ് ദേശീയ മനുഷ്യാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല എന്നാണ് മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മതേതരത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല എന്നാണ്. അടുത്തത്. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം? 1955. 1955-ലാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 42. 42-ാം ഭേദഗതി, അതായത് 1976-ലെ 42-ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ രംഗനാഥ മിശ്ര. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 22 ജൂലൈ 1947. ഈ ക്വസ്റ്റ്യനൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്നത് ഒരു ശീലമാക്കുക. അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ പറ്റും.
ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 22 ജൂലൈ 1947 വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? സംസ്കൃതം ഭാഷയിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏത്? സത്യമേവ ജയതേ എന്നാണ് ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏത്? 2005. 2005 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? പാർട്ട് 4A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ മൗലിക കടമകൾ 42 ഭേദഗതിയിലൂടെയാണ് 10 മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇത് ഭാഗം 4A ഉൾപ്പെട്ടിട്ടുള്ളത്. ആർട്ടിക്കിൾ 51A. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 226. ആർട്ടിക്കിൾ 226 ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം നൽകുന്നത്. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത്. അപ്പോൾ ഇത് രണ്ടും മാറരുത്, ഓർത്ത് വയ്ക്കാം. സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ആർട്ടിക്കിൾ 32, ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ആർട്ടിക്കിൾ 226. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത്? 44 ഭേദഗതി, അതായത് 1978 44 ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? 2010 ഏപ്രിൽ 1 ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആര്? മോത്തിലാൽ നെഹ്റു. ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് മോത്തിലാൽ നെഹ്റു. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ്? 3 മാസം. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് പരമാവധി 3 മാസം വരെ നീട്ടിക്കൊണ്ടുപോകാം. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊതു താൽപര്യ ഹർജി. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് പൊതു താൽപര്യ ഹർജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ബംഗാളി ഭാഷയിലാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോറാണ് ഇതിൻ്റെ രചയിതാവ് എന്ന് എല്ലാവർക്കും അറിയാലോ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്ന തെറ്റായ പ്രസ്താവനയാണ്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങൾ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ഇവയൊക്കെ മൗലികാവകാശങ്ങളെക്കുറിച്ച് ശരിയായ പ്രസ്താവനകളാണ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്നത് തെറ്റാണ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ്. നമുക്ക് മൗലികാവകാശങ്ങൾ ആരെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ കോടതിയെ സമീപിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ്. അപ്പോൾ മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ്. ഇവയെല്ലാം മൗലികാവകാശങ്ങളെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? നവംബർ 26. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A. അനുച്ഛേദം 21A വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റ് ഏതു വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? 2013. 2013 ഇന്ത്യൻ പാർലമെന്റ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44 ഭരണഘടനാ ഭേദഗതി.
1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഭാഗം 4A. ഭാഗം 4Aയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 19. അനുച്ഛേദം 19ലാണ് മൗലിക അവകാശങ്ങളിലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടായത് 1976ലാണ്. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏത്? സ്വത്തവകാശം. സ്വത്തവകാശം നീക്കം ചെയ്യപ്പെട്ടത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗാലി വെങ്കയ്യയാണ്. പിംഗാലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയുടെ ദേശീയ നദിയായി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. 1950 ജനുവരി 24 ജനഗണമനയുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ജനഗണമനയുടെ ഹിന്ദി വേർഷനാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം എന്ത്? 3:2. 3:2 എന്ന അംശബന്ധത്തിലാണ് ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കാൻ പാടുള്ളൂ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം 2009. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായ ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം 2009. ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏത്? 1947 ആഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്നത് തെറ്റായ പ്രസ്താവന നമ്മൾ കണ്ടു. 1947 ജൂലൈ 22 ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാകയെ അംഗീകരിച്ചത്. മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കാം. കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളിലാണ് ദേശീയ പതാകയുള്ളത്. 3:2 എന്ന അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. പിംഗലി വെങ്കയ്യാണ് രൂപകൽപ്പന ചെയ്തത്. എന്നെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യൻ ദേശീയഗാനം അംഗീകരിച്ചത് എപ്പോൾ? 1950 ജനുവരി 24. 1950 ജനുവരി 24 ദേശീയഗാനത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിർദ്ദേശിക്കുന്നത്? 97ാം ഭരണഘടനാ ഭേദഗതി. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിർദ്ദേശിക്കുന്നത്? 97ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് ആയിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പക്ഷേ ഇപ്പോൾ മാറിയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഇപ്പം നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വയ്ക്കുക. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്ത കാര്യമാണ്. മനുഷ്യാവകാശ കമ്മീഷന് അദ്ദേഹത്തെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ അധികാരമുള്ളൂ. പിരിച്ചുവിടാനോ ശിക്ഷ എടുക്കാനോ ഉള്ള അധികാരം മനുഷ്യാവകാശ കമ്മീഷനില്ല. മനുഷ്യാവകാശ കമ്മീഷന്റെ മറ്റ് ചുമതലകൾ ഏതൊക്കെ നോക്കാം. മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശനം, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക. ഇതൊക്കെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളാണ്. മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക, ജയിൽ സന്ദർശനം, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക. അടുത്തത് വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. ഇതിൽ 1, 3, 4 ശരിയാണ്, 2 തെറ്റ്. ശരിയായ പ്രസ്താവനകൾ നമുക്ക് വായിക്കാം. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. 3, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും.
കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10-ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണ്. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യവിവരം വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10-ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഇത് 3 ശരിയായ പ്രസ്താവനകൾ. തെറ്റായത് വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ എന്ന് തെറ്റായ പ്രസ്താവനയാണ്. ഏത് ഭാഷയിൽ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിന് ഇന്ന ഭാഷ എന്ന് നിയമമില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇതിൽ വിശ്വാസ് മേത്ത. ഇപ്പോഴത്തെ നിലവിലെ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇവിടെ സച്ചിദാനന്ദ സിൻഹ ഓപ്ഷനിലുണ്ടെങ്കിലും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓപ്ഷനിലുള്ളതുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അത് ഓർത്ത് വയ്ക്കുക. താൽക്കാലിക അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദ സിൻഹയാണ്. സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിതയാണ് മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിതയാണ് മാഡം ഭിക്കാജി കാമ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൻ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആർട്ടിക്കിൾ 21A 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തത്. 2002-ലാണ് 86-ാം ഭരണഘടനാ ഭേദഗതി ഉണ്ടായത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാം കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.